മലയാള സിനിമയിൽ ഇത്രയും സംഭവങ്ങളുണ്ടായിട്ടും രണ്ട് മഹാനടന്മാർ ഇപ്പോഴും മൗനത്തിലാണ്. സിനിമാ നടന്മാർക്ക് എന്ത് പ്രത്യേക അവകാശ അധികാരങ്ങളുണ്ടോ? ജനങ്ങൾ അവരുടെ പണം എടുത്താണ് ഈ സിനിമ കാണുന്നത്. സ്വന്തം സിനിമാ സംഘടന നിന്ന് നാറുമ്പോൾ രണ്ട് പ്രമുഖ നടന്മാരായ മമ്മൂട്ടി മോഹൻലാലും മൗനം ഭജിക്കുകയാണ്. ഇവരെന്തുകൊണ്ടാണ് വായില്ലാ കുന്നിലപ്പന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നത്? നമസ്കാരം. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തിനെതിരെ സർക്കാർ നേതൃത്വത്തിൽ രൂപീകരിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധിയായ ആരോപണങ്ങളാണ് സംവിധായകർക്കും നടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കെതിരെ ഉയർന്നിട്ടുള്ളത്. ഇതിലെ തെറ്റും ശരിയും എന്തൊക്കെയാണെങ്കിലും അത് ഇപ്പോൾ കോടതിക്ക് വിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പല സിംഹാസനങ്ങളും അസ്വസ്ഥമാകാൻ തുടങ്ങി. ചില സൂര്യക്ക് കിരീടങ്ങൾ വരെ വീണുടയുകയും ചെയ്തു. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വിശ്വവിഖ്യാതനായ ചലച്ചിത്രകാരൻ രഞ്ജിത്ത് രാജിവെച്ചു. അതോടൊപ്പം തന്നെ അമ്മ സെക്രട്ടറിയും പ്രശസ്ത നടനുമായ സിദ്ദിഖും രാജിവെച്ചു. ഇനി പല നടന്മാരും സാങ്കേതിക വിദഗ്ധരുമൊക്കെ ഈ എയറിലാണ്. പലരും രാജിയുടെ വഴിയിലാണ്. അതിനകത്ത് MLA ഉണ്ട്, പ്രമുഖന്മാരുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ മലയാള സിനിമയിൽ ഇത്രയും സംഭവങ്ങളുണ്ടായിട്ടും രണ്ട് മഹാനടന്മാർ ഇപ്പോഴും മൗനത്തിലാണ്. കഴിഞ്ഞ ഒരു 4-4.5 പതിറ്റാണ്ടായി മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കേന്ദ്രീകരിച്ചാണ് ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് അനുകൂലമായിട്ടായിരുന്നു ഈ സിനിമ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം പ്രമുഖ നടനായ ദിലീപ് ജയിലിലായി. അതിനെ തുടർന്നാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നാൽ മലയാള സിനിമയെ നേരിടുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പല ആരോപണങ്ങളും ഉയർന്നു വന്നപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നാണ് ഇന്ന് സാധാരണക്കാർ വരെ ചോദിക്കുന്നത്. കാരണം ഈ സിനിമ ഈ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചായിരുന്നു ഈ നിമിഷം വരെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ മൗനത്തിന് പിന്നിൽ? ഇവരാരെയാണ് ഭയക്കുന്നത്? ഈ സംഭവമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സമൂഹത്തിൽ വരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മീഷൻ പുറത്തുവിട്ട ഈ റിപ്പോർട്ട് തുടക്കത്തിൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് കുറച്ച് പലരുടെയും സ്വകാര്യതയെ ബാധിക്കാത്ത തരത്തിൽ കുറച്ച് ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ പറഞ്ഞപ്പോൾ സർക്കാർ വലിയ കടും വെട്ടുകെട്ടി. അങ്ങനെ 108 ഖണ്ഡികകളാണ് വെട്ടിക്കളഞ്ഞത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ്. അതായത് സോളാർ വിഷയം കേരള സമൂഹം എങ്ങനെയാണ് കേട്ടുകൊണ്ടിരുന്നത് അതിനെ ചുറ്റിപ്പറ്റിയാണ്. അതുപോലെ തന്നെയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പൊതുമധ്യത്തിൽ നിന്ന് ബഹളം വെക്കുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ സിനിമാ നടന്മാർക്ക് എന്ത് പ്രത്യേക അവകാശ അധികാരങ്ങളുണ്ടോ? ജനങ്ങൾ അവരുടെ പണം എടുത്താണ് ഈ സിനിമ കാണുന്നത്. ഈ സിനിമ പുറത്തു വന്നു കഴിയുമ്പോൾ ഇവർ ഈ കഥാപാത്രങ്ങളിലൂടെ ഇവർ ജനഹൃദയങ്ങളിൽ ജീവിക്കുകയാണ് വർഷങ്ങളായിട്ട്. ഇവർ താരങ്ങളാണ്, സൂപ്പർ താരങ്ങളാണ്. ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അവസരത്തിൽ ഈ മലയാള സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? ഈ ചൂഷണം എല്ലാ മേഖലയിലും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഒരു പരിധിവരെ. ചൂഷകർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങൾക്കുള്ളിൽ നിമിഷങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർക്കെതിരായ ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണങ്ങളുടെ ശരിയെന്നോ തെറ്റെന്നോ പൊതുജനത്തിന് വലുതായിട്ട് അറിയില്ല. എങ്കിലും ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ അവസരത്തിൽ ഒന്നേ പറയാനുള്ളൂ. ഈ അവസരത്തിൽ സ്വന്തം സിനിമാ സംഘടന നിന്ന് നാറുമ്പോൾ രണ്ട് പ്രമുഖ നടന്മാരായ മമ്മൂട്ടി മോഹൻലാലും മൗനം ഭജിക്കുകയാണ്. ഇവരെന്തുകൊണ്ടാണ് വായില്ലാ കുന്നിലപ്പന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നത്? ഈ അവസരത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ജനങ്ങൾ ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ മമ്മൂട്ടിയും മോഹൻലാലും അവർ രംഗത്ത് വരണം. ഇവർ പുറത്താണെന്ന് പറയുന്നു, ചിലർ സിനിമ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട യാതൊരു വിഷയമല്ല. ഈ വിഷയത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളിൽ മലയാളത്തിലെ മഹാനടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും മറുപടി പറഞ്ഞേ പറ്റൂ. അടുത്ത വിഷയമായി വീണ്ടും കാണാം.